ഹലോ ടാക്സി. പറഞ്ഞോളൂ. പെട്ടെന്ന് എറണാകുളത്തേക്ക് പോണം. പൊയ്ക്കോളൂ. ടാക്സിയിൽ പോണം. ടാക്സിയിലോ അല്ലെ ഹെലികോപ്റ്ററിലോ വയ്ക്കോ. ഈ ടാക്സി നിങ്ങളുടെ അല്ലേ? എന്റെയാ. പോയിക്കൂടെ? നടക്കില്ലെന്നേ. എന്താ? ഞാനൊരു റിച്ച് കിഡാ സാറേ. ഇതെന്റെ പ്രൊഫഷൻ ആയതുകൊണ്ടാ വണ്ടി എടുത്തത്. ഞാൻ ചെറിയ റേറ്റിൽ വരില്ല, കോസ്റ്റ് കൂടുതലാ. ഫ്ലൈറ്റ് റേറ്റ് തന്നോളാം, വരാമോ? എന്താ പറഞ്ഞേ? ഫ്ലൈറ്റ് റേറ്റ് തന്നോളാം, വരാമോ? സത്യമാണോ? സത്യം. പെട്ടെന്ന് പെട്ടെന്ന് വണ്ടി എടുക്കോ. എന്താ പോലീസ് ഓടിച്ച കള്ളനെ പോലെ ഇങ്ങനെ തിരക്ക് പിടിക്കുന്നേ? നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ അതിന്? നമ്മൾ ഓൾ റൗണ്ടർ ആണ് സാറേ. ശരി ശരി, ആദ്യം വണ്ടി എടുക്ക്. അതെ, നിങ്ങൾ നല്ല എമർജൻസിയിലാ ഉള്ളത്. GST കുറച്ച് കൂടുതലായിരിക്കും. നീ എത്ര ചോദിച്ചാലും ഞാൻ തരാം. ആദ്യം എന്നെ ഇവിടുന്ന് കൊണ്ടുപോ. കേറിക്കോ. കണ്ടിട്ട് എന്നെ പോലെ ഒരുത്തനാണെന്ന് തോന്നുന്നു. രക്ഷപ്പെട്ടു. വണ്ടി എടുക്ക, നോക്ക്. ബ്രദർ. എന്താ? സാറിന്റെ പേരെന്താ? വികാസ്. അത് കൊള്ളാം. പേര് വളരെ നന്നായിട്ടുണ്ട്. നിന്റെ പേരെന്താ? അമ്മോ, നമുക്ക് ഒരുപാട് പേരുണ്ട് സാറേ. ഓരോരുത്തരും ഓരോന്നും വിളിക്കും. ബ്രദറേ, നല്ല ടെൻഷൻ ഉണ്ടല്ലോ. നല്ലൊരു ഐറ്റം സോങ് വെച്ചാലോ? ഒന്നും വേണ്ട, ഒന്ന് വേഗം പോകുവോ? ഓക്കെ ബ്രദറെ. നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്നുണ്ട്. നിഹാരിക, ഇന്ന് നിന്റെ ജാതകം ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും. നിഹാരിക, മോള് നിഹാരിക. എന്താ അമ്മ? ലാവണ്യൊന്നും കാണുന്നില്ലല്ലോ മോളെ. എന്തോ പണിയുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. ശരി മോളെ, നീ ഇറങ്ങിക്കോളൂ. എങ്ങോട്ട്? നാളെ കൃഷ്ണയുടെ ജന്മദിനമല്ലേ? ഇത്രയും കാലത്തിനിടയില് ഞങ്ങള് നടത്താൻ പോകുന്ന അവന്റെ ആദ്യത്തെ ജന്മദിന. അതുകൊണ്ട് നമുക്ക് പോയിട്ടൊരു ഷോപ്പിംഗ് നടത്താം. ശരി അമ്മ, ഞാനും വെറുതെ കൂടെ വന്നോട്ടെ. അതിന്റെ ഒരാവശ്യവും ഇല്ല. വന്ന് പ്രശ്നം ഉണ്ടാക്കാനല്ലാതെ വേറെ എന്തിനാ വരുന്നേ? വീട്ടില് വേറെ ആരും ഇല്ലല്ലോ, മോൾ ഇവിടെ നിന്നാ മതി. ശരി അമ്മ. കൃഷ്ണ ഒന്ന് വിളിച്ചു നോക്കും മോളെ. ഫോൺ റൂമിലാ ഉള്ളത്. കൃഷ്ണയോട് വരാൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. പെട്ടെന്ന് വരണേ. ആ അമ്മ. നിഹാരിക തിരിച്ചു വരാൻ സമയം എടുക്കുമായിരിക്കും. ഞാൻ നിങ്ങൾക്കൊരു കോഫി കൊണ്ടുവന്നോട്ടെ? ഇപ്പൊ ഒന്നും വേണ്ട മോളെ. ബ്രദറേ. എന്താ? ഒന്നുമില്ല. വണ്ടിയിൽ കേറിയപ്പോ തൊട്ട് ശ്രദ്ധിക്കുക, നിങ്ങളെന്തോ വലിയ ടെൻഷനിലാണെന്ന് തോന്നുന്നു. എന്താ വേണ്ടാത്ത വല്ലതും ഒപ്പിച്ചിട്ട് എന്റെ വണ്ടിയിൽ കയറിയതാണോ? എന്റെ പേഴ്സണൽ കാര്യങ്ങൾ നിനക്കറിയണോ? ഒന്ന് പെട്ടെന്ന് വിട്. എന്റെ ഡാർലിംഗ് ഫോൺ ചെയ്യുന്നേ. അത് എന്നോട് പറയേണ്ട കാര്യം എന്താ? എന്റെ കൊച്ചാ സാറേ. എന്തേ സാറിനില്ലേ? കല്യാണം കഴിഞ്ഞതാണോ? ഇനി നല്ല ഫ്രസ്ട്രേഷനിലാണല്ലോ. ഒരു കൊല്ലം മുമ്പ് കല്യാണം കഴിഞ്ഞ് ദുബായിലേക്ക് പോവേണ്ടവനാ ഞാൻ. പക്ഷെ അവൾ എന്നെ വഞ്ചിച്ചു കളഞ്ഞു. അതുകൊണ്ട് പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്. സാർ, നിങ്ങളുടെ ഡാർലിംഗ് അങ്ങനെയായിരിക്കും, പക്ഷെ എന്റെ ഡാർലിംഗ് അങ്ങനെയല്ല സാർ. നല്ല കുട്ടിയാ സാറേ. ഒന്ന് ഫോൺ എടുക്കുന്നുണ്ടോ? ഞാൻ ഒരു പെണ്ണിനെയും വിശ്വസിക്കില്ല. സാർ, നിങ്ങൾ ആദ്യം എന്റെ കൊച്ചിനെ ഒന്ന് കാണ്, എന്നിട്ട് സാറ് സംസാരിച്ചോ. എന്റെ പെണ്ണിനെ കണ്ട
വഞ്ചിക്കുന്ന ഒരുത്തിയായിട്ട് സാറിന് തോന്നില്ല സാറേ. ഒരാവശ്യമില്ല, നീ തന്നെ സംസാരിച്ചോ. ഓക്കെ ബ്രദറെ. അല്ലേലും എന്റെ കൊച്ചിന്റെ ഫോട്ടോ നിങ്ങളെ കാണിക്കുന്നത് എന്തിനാ? എന്റെ വിവരക്കേട്. ആകാശത്തുണ്ടാവും അമ്പിളി മാമൻ, എന്റെ ചങ്കിലുണ്ടാവും സുന്ദരി വാവ. ഹാ, ഫോൺ എടുക്കാൻ ഇത്ര വൈകിയത് എന്താ? ആ കാറിൽ പാസഞ്ചേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ഇത്ര വൈകിയത്. അതല്ല, കാര്യം എന്താ ഡാർലിംഗ്? നാളെ നിന്റെ ബർത്ത്ഡേ അല്ലേ? നിനക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി അമ്മ ഷോപ്പിങ്ങിന് പോകുവാണെന്നാ പറഞ്ഞ്. അത് പറയാൻ വേണ്ടിട്ട് വിളിച്ചതാ. നീ വേഗം ഇങ്ങോട്ട് വാ. അല്ല, കോസ്റ്റ്ലി ട്രിപ്പാണ് ഡാർലിംഗ്. ഡ്രോപ്പ് ചെയ്യാതെ ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങിക്കോ. ഞാൻ എന്റെ ഒഴിവ് നോക്കിയിട്ട് വന്നോളാം. അതുപോലെ. ബ്രോ ആ ആ ലെഫ്റ്റിലേക്ക് നിർത്ത്. ഡാർലിംഗ്, ഒരു മിനിറ്റ് ഒന്ന് നിൽക്ക്. ഓക്കെ അല്ലേ? താങ്ക് യു ബ്രദറെ. ഇതുപോലുള്ള നല്ല ട്രിപ്പ് ദിവസം 2 എണ്ണം കിട്ടിയാ മതി. ഓക്കെ ബൈ. സെയിം ടു യു. നിഹാരിക, ഇപ്പൊ ഞാൻ എവിടെ ഉള്ളതെന്നറിയോ? കൃത്യം നിന്റെ വീടിന്റെ മുൻപിലാണ് ഞാനുള്ളത്. അതെയോ? ഇപ്പോഴൊരു പാസഞ്ചറിനെ കൊണ്ടുവന്ന് നിന്റെ വീടിന്റെ മുമ്പിൽ ഇറക്കിയത്. അതെ, അവൻ അകത്തേക്ക് പോകുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലേക്കോ? അതെ നിഹാരിക. ആ പാസഞ്ചറിന്റെ പേര് വികാസ് എന്നാ പറഞ്ഞ. വികാസോ? അതെന്താ നീ അങ്ങനെ ഷോക്കായത്? ഈ വികാസിനെ നീ അറിയോ? അറിയാം. ഞങ്ങളുടെ ബന്ധു അയാള്. ശരി എന്നാ, എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട്. നീ ഫോൺ വെച്ചേക്ക്. ശരി. ഈ വികാസ് എന്ന് പറയുന്നവൻ എന്റെ ഡാർലിങ്ങിന്റെ ഏത് വകയിലെ ബന്ധുവായിരിക്കും? വികാസ് ഇപ്പൊ ജയിലിലല്ലേ ഉണ്ടാവേണ്ടത്? പുറത്തു വന്നത് എങ്ങനെയാ? എന്തോ ആവട്ടെ, കല്യാണം കഴിഞ്ഞാ ഇതൊക്കെ നമുക്കറിയാവല്ലോ. നിഹാരിക വികാസിന്റെ പേര് കേട്ടപ്പോ എന്തിനാവും അത്രയ്ക്ക് പേടിച്ചത്? നമുക്ക് ഇറങ്ങിയാലോ? ഇപ്പൊ എനിക്ക് വരാൻ കഴിയില്ല അമ്മേ. അതെന്താ മോളെ? എനിക്ക് അർജന്റായിട്ടൊന്ന് പുറത്തേക്ക് പോണം. ഷോപ്പിങ്ങിന് പോണെന്ന് പറഞ്ഞിരുന്നല്ലേ? എനിക്ക് വളരെ അർജന്റായിട്ടൊരു കാര്യമുണ്ട്. നമുക്ക് ഡ്രസ്സ് നാളെ വാങ്ങിക്കാം. ഇത്ര അർജന്റായിട്ട് എങ്ങോട്ടാ മോളെ? എന്തിനീ ടെൻഷൻ? എനിക്ക് ഉടനെ പോകണം. ഇപ്പൊ എന്നോടൊന്ന് ചോദിക്കല്ലേ. നിഹാരിക, മോളെ നിഹാരിക. ഇപ്പൊ ഞാനൊന്നും പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല. അവിടുന്ന് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. പെട്ടെന്ന് നിഹാരിയക്ക് എന്ത് പറ്റി? എങ്ങോട്ടായി പോയത്? നിഹാരിക അവളുടെ വീട്ടിലേക്ക് അച്ഛാ പോകുന്നത്. എന്താ? അതെ അച്ഛാ, നിഹാരിക അവളുടെ വീട്ടിലേക്കാ പോകുന്നത്. വികാസിന്റെ കാര്യത്തിൽ എന്തോ നടന്നിട്ടുണ്ട്, അതുകൊണ്ടാ അത്രയ്ക്ക് ടെൻഷനായിട്ട് പോകുന്നത്. അവളുടെ വീട്ടിലേക്കാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ട് പോക്കൂടെ? അതിൽ ഇത്ര മറച്ചു വെക്കാൻ എന്തോ ഉള്ളേ? നീ പറഞ്ഞത് കള്ളമാണ്. എന്റെ അച്ഛ, ആവനി പറയുന്നത് കള്ളുമായിട്ടും നിഹാരിക പറയുന്നതൊക്കെ സത്യമായിട്ടും നിങ്ങൾക്ക് തോന്നും. ഒരു പ്രാവശ്യമെങ്കിലും എന്റെ ആവനി പറയുന്നതൊന്ന് കേട്ടാ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അവളുടെ വീട്ടിലേക്ക് പോകുമ്പോ നിങ്ങളോട് സത്യം പറഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. ആ വീട്ടിൽ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്, അതുകൊണ്ടാ അവൾ അത്രയ്ക്ക് ടെൻഷൻ ആവുന്നത്. ഒന്നും ഉണ്ടാവില്ല, നീ വെറുതെ ഓരോന്ന് ഊഹിക്കണ്ട. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ തോന്നില്ല അല്ലേ? എന്നാ നമുക്കും അങ്ങോട്ട് പോയി നോക്കാം, സത്യം എന്താണെന്ന് അറിയാലോ. വരൂ അമ്മേ.
വാ. അയ്യോ എത്ര നേരമായി നോക്കുന്നു, ഒന്ന് വേഗം പറയട്ടാ. നമ്മുടെ രാശി വെച്ച് നോക്കുമ്പോ നമ്മുടെ ഇന്നത്തെ ഫലം പറയുന്നത് എന്താണെന്ന് വെച്ചാ എന്തൊക്കെയോ ദോഷങ്ങൾ നടക്കുന്ന പറയുന്നത്. ആ ദോഷത്തിന്റെ പേര് വികാസ്. വികാസ്, നീ ജയിലിൽ നിന്ന് എങ്ങനെയാ വന്നേ? നിങ്ങളുടെ അനിയന്റെ ജീവിതം എന്നേക്കുമായി ജയിലിൽ കിടന്നൊതുങ്ങും ഗൗതമി എന്ന് നിങ്ങളുടെ മകൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നോ ചേച്ചി? വികാസിന്റെ കഴുത്തിൽ അവൾ ചങ്ങലയിട്ടു. ജീവനോടെ ഇരിക്കുമ്പോൾ അവൻ പുറത്തേക്ക് വരില്ല. മാനസിക വിഷമം താങ്ങാൻ കഴിയാതെ ടപ്പയെന്ന് പറഞ്ഞ് മേലോട്ട് പോകുമെന്ന് ബിൽഡപ്പ് തന്നിരുന്നു ആളിയ. അവളുടെ മുമ്പിലും കല്യാണത്തിലും ഞാൻ കുറച്ച് വീക്കായെന്ന് വെച്ച് മറ്റുള്ള കാര്യങ്ങളിൽ ഈ വികാസിനെ ഓവർടേക്ക് ചെയ്യാൻ നിഹാരിക വിചാരിച്ചാലെന്നല്ല, അവളെ ജനിപ്പിച്ചവർക്ക് പോലും പറ്റില്ലളിയ. എന്റെ പൊന്നളിയ, ഞങ്ങൾ ആഗ്രഹിച്ച എന്താണെന്ന് വെച്ചാ ആകെയുള്ളൊരു മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമേ എന്നാണ്. അവൾക്ക് ഇഷ്ടമുള്ളൊരു കല്യാണം നടക്കണമെന്ന. അതിൽ കൂടുതൽ ഞങ്ങൾക്ക് എന്ത് സ്വാർത്ഥതാന്ന് പറയുന്നത്? അതേടാ മോനെ, നടന്നതൊന്നും നീ മനസ്സിൽ വെക്കരുത്. നിനക്ക് നല്ലൊരു ബന്ധം നോക്കി കല്യാണം നടത്തി തരാം. നിന്റെ കൂടെ അവള് ദുബായിലേക്കും വന്നോളൂ അനിയ. ഞാൻ പറയുന്ന കേക്കടാ. ഇത് ചില്ലറ പെർഫോമൻസ് അല്ല ചേച്ചി. എന്തോന്ന് പറയാറുണ്ടല്ലോ, പിടിച്ചാൽ മുടിയില് പിടിവിട്ട കാലിലെന്ന് പറയും പോലെ സർപ്പദോഷം, അഗ്നിദോഷം, ജന്തുദോഷം പോലെ ഇന്ന് നിങ്ങളുടെ രാശിഫലത്തില് വികാസ് ദോഷമെന്നാണുള്ളത്. ആ ദോഷം മാറി രക്ഷപ്പെടണമെങ്കിൽ പെട്ടെന്ന് നിഹാരികക്ക് ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറ. താലിയും പിടിച്ച് ഭ്രാന്തനെ പോലെ നടക്കുന്നത് തമാശയായിട്ട് തോന്നിയോ? ഇന്ന് ഞാൻ നിഹാരികക്ക് താലി കെട്ടി കൊടുക്കാം. എടാ മോനെ, എന്റെ മകളുടെയും കൃഷ്ണയുടെയും നിശ്ചയം കഴിഞ്ഞാടാ. നീ നിഹാരികയെ വെറുതെ വിട്. അവളെ വിളിച്ച് വരാൻ പറ. ഇത് കെട്ടണോ ഇത് പൊട്ടിക്കണോ? ഹലോ, ഞാനാ. വികാസ് വന്നിട്ടുണ്ട് നിഹ. ഞാൻ അറിഞ്ഞു. നിന്നെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് വരിക, നിങ്ങൾ പേടിക്കണ്ട. ഞങ്ങളുടെ മുമ്പിൽ തോക്കും പിടിച്ചോണ്ട് നിൽക്കുക മോളെ. നീ പെട്ടെന്ന് വന്നില്ലെങ്കിൽ ഞാൻ വന്നോണ്ടിരിക്കുക. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും, ഞാൻ പെട്ടെന്ന് എത്തും. വാടി കള്ള ജാതകക്കാരി. ആദ്യം നിന്റെ കഴുത്തിൽ താലി കെട്ടി, അത് കഴിഞ്ഞ് വേദവതി അമ്മയുടെ മുമ്പിൽ പോയി നിന്റെ കള്ള ജാതകത്തിന്റെ കഥ പറയണം. വെൽക്കം നിഹാരിക ഡാർലിംഗ്, വെൽക്കം. വഞ്ചിച്ചവരെക്കാൾ കൂടുതൽ വഞ്ചിക്കപ്പെട്ടവരാണ് തെറ്റുകാരെന്ന് പറയും. അത് ഞാൻ സമ്മതിക്കില്ല. വഞ്ചിച്ചവർ തന്നെയാണ് തെറ്റുകാർ.
ഞാൻ നിങ്ങളാൽ വഞ്ചിക്കപ്പെട്ടവനാ. എനിക്ക് നഷ്ടപരിഹാരം ലഭിക്കണം. എത്ര പണം വേണം നിനക്ക്? പണം ആവശ്യത്തിന് എൻ്റെ ഉണ്ട്. അതുകൊണ്ട് ഈ താലി കെട്ടാൻ നിന്നതാ. എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ. ശ്രീകറുമായി മണ്ഡപത്തിൽ വെച്ച് കല്യാണം മുടങ്ങിയതാ. എൻഗേജ്മെന്റ് അതിനേക്കാൾ കൂടുതലൊന്നുമല്ല. ഞാൻ റെഡി. ബട്ട് ഞാൻ അതിന് തയ്യാറല്ല. ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവനാ ഞാൻ. എന്നോട് നീ എതിര് പറഞ്ഞ എന്റെ തീരുമാനം ഏതറ്റം വരെയും പോകും. നിന്നോട് നിന്റെ അച്ഛനും അമ്മയും പറഞ്ഞോ എന്നറിയില്ല. നിന്റേത് കള്ളജാതകമാണെന്ന് തെളിയിക്കുന്ന വീഡിയോ പ്രൂഫ് എന്റെ കയ്യിൽ ഇപ്പോഴും ഭദ്രമായിട്ടുണ്ട്. നിനക്കതറിയാമോ? അത് വേദവതിയുടെ വീട്ടില് കൊണ്ട് കാണിക്കണോ? ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. ഇതിന് സമ്മതിച്ചാ മതി. വികാസ്, വേണ്ട, എന്റെ വേണ്ട, മകളുടെ വേണ്ട, ജീവിതം നശിപ്പിക്കരുത്. എടാ വികാസ്, എന്റെ മോളെ ഒന്നും ചെയ്യരുത്. അവളെ വെറുതെ please. വിട്. എടാ മോനെ, എനിക്ക് പറയുന്നത് കേക്ക്. അവളെ ഒന്നും ചെയ്യരുത്. ഒന്നും ചെയ്യരുതെന്ന്. Please. വികാസ്, അവളെ വെറുതെ അവളെ വിടണ്ട. വിടാൻ. വേണ്ട. അവളെ വിടാനാ പറഞ്ഞേ. ഏട്ടാ, കുറച്ചുകൂടി വേഗത്തിൽ പോയേട്ടാ. നിങ്ങൾ ഓരോന്ന് പറയുന്നതും അതും വിശ്വസിച്ച് ഞങ്ങൾ വരുന്നതും നിങ്ങളുടെ വിവരക്കേടാണോ അതോ ഞങ്ങളുടെ വിവരക്കേടാണോ എന്ന് മനസ്സിലാവുന്നില്ല. വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ സത്യം നിങ്ങൾ നേരിട്ട് കാണണ്ടേ അമ്മേ? അല്ല, ഞാൻ മനസ്സിലാകാത്തോണ്ട് ചോദിക്കുക. ഈ വികാസിന്റെ കാര്യത്തില് നിഹാരി എന്തിനാ ടെൻഷനാവുന്നത്? അവളുടെ വീട്ടിലേക്കാണ് അവള് പോയതെങ്കിൽ അതിന് ഇത്ര ടെൻഷന്റെ കാര്യമുണ്ടോ? മറ്റെന്തെങ്കിലും അർജന്റ് കാര്യത്തിന് പുറത്തു പോയതായിരിക്കുള്ളൂ. അല്ല അച്ഛാ, നിഹാരിക്ക് അവളുടെ വീട്ടിലേക്ക് പോയത്. വികാസിനും അവർക്കും ഇടയില് എന്തോ ഒന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് പേടിച്ച് ടെൻഷനായി പോയത്. നിഹാരിക അവളുടെ ടെൻഷന്റെയും പേടിയുടെയും കാരണം എന്താണെന്ന് ഉറപ്പായിട്ടും പറയില്ല. പക്ഷേ വികാസ് വഴി ആ കാര്യം നമുക്കറിയാം. നിങ്ങൾക്കിടയിൽ ഈ തെറ്റിദ്ധാരണ എന്താണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുമ്പോ നിങ്ങളെപ്പോഴും നിഹാരികയുടെ കാര്യത്തിൽ ദോഷം മാത്രമേ പറയുന്നുള്ളൂ. നിഹാരിക ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് കേട്ടതാ. അതാ നിങ്ങളോട് പറഞ്ഞത്. സത്യം എന്താണെന്ന് അറിയാൻ നമുക്കിനി വളരെ കുറച്ച് ദൂരമല്ലേ അമ്മേ ഉള്ളൂ. ഒരൊറ്റ നിമിഷം വെയിറ്റ് ചെയ്യ. ഏട്ടാ, വേഗം പോയേട്ടാ. വരൂ അച്ഛാ, വരൂ അമ്മേ. ഇത് നിഹാരിക്കയുടെ ചെരുപ്പാ. ഇത് കണ്ടപ്പോഴെങ്കിലും നിഹാരിക ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായോ അമ്മേ? ചെരുപ്പുണ്ടെങ്കിൽ എന്താ, ഒരുപോലെയുള്ള ചെരുപ്പുകള് ഒരുപാട് പേരുടെ കയ്യിലുണ്ടാവും. ഗൗതമിയുടെ ചെരുപ്പായിക്കൂടെ ഇത്? അവനെ ഇത്രയും ദൂരെ എത്തിയ ശേഷം താനെന്തിനാ ആവശ്യമില്ലാത്ത കാര്യം തെളിയിക്കാൻ പോന്നേ? അകത്തേക്ക് പോയി നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ. ഇപ്പൊ നീ പറഞ്ഞത് സത്യമല്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ നിന്റെ വാക്ക് ഞങ്ങൾ വിശ്വസിക്കില്ല. അമ്മേ, നമുക്ക് ഷോപ്പിങ്ങിന് നാളെ പോകാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്ന എന്തിനാ? ഞങ്ങളോട് ഷോപ്പിങ്ങിന് നാളെ പോവാന്ന് പറഞ്ഞ് എന്തോ അപകടം നടന്ന പോലെ തിരക്കിട്ട് പെട്ടെന്ന് ഇറങ്ങി പോന്നില്ലേ നീ വീട്ടിൽ നിന്ന്? ഇങ്ങോട്ടാണെന്ന് എന്താ നീ പറയാഞ്ഞത്? അത് പിന്നെ അമ്മ, നീ ഇങ്ങോട്ടാ വന്നെന്ന് ആവനി പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല. ആവനിയും ശ്രീകരനെയും വഴക്ക് പറഞ്ഞാ വന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാ ഞങ്ങൾക്ക് നിന്റെ മേൽ അത്ര വിശ്വാസം ഉള്ളതുകൊണ്ട്. ആ വിശ്വാസത്തെ നീ കളങ്കപ്പെടുത്തി. വികാസ് അവിടെ അകത്തുണ്ടോ?
വികാസും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വികാസിനെ പേടിച്ചാണോ നീ തിരക്കിട്ട് ഇങ്ങോട്ടേക്ക് പോന്നത്? ആ പാവനി പറഞ്ഞത് സത്യമാണെന്ന് സാരം. വികാസ് മുഖേന നമ്മളെന്തെങ്കിലും സത്യം അറിയോന്നുള്ള മട്ടില് പേടിച്ചോടി വന്നതാ. ഇവള് നമ്മളോട് എന്തോ മറച്ചു വെക്കുന്നുണ്ടമ്മേ. ഞങ്ങളോട് ഉള്ളതുപോലെ പറയാതെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്താ ഇവിടെ നടക്കുന്നത്? പറയ് നിഹാരിക. സത്യം പറയാതെ ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ ചെയ്ത തെറ്റ് തന്നെ ആയിരിക്കും. പക്ഷേ നിങ്ങള് സത്യം എന്താണെന്ന് അറിയണം. അകത്തേക്ക് വരൂ.